എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാനൊരു കൂട്ടുകറി തയ്യാറാക്കും കേട്ടോ. അപ്പൊ നമ്മള് പച്ചക്കായും ചേനയും വൻപയറൂടെ ചേർത്തൊരു കൂട്ടുകറി വെക്കുന്നത്. അപ്പൊ ചിലത് വറുത്തരച്ച് നമ്മൾ കൂട്ടുകറി വെക്കും, അല്ലാതെ സാധാരണ കൂട്ടുകറി വെക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് തേങ്ങ അരച്ചുള്ള കൂട്ടുകറി വെക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ കാണാം. കൂട്ടുകറി ഇല്ലാതെ എന്ത് ഓണസദ്യ അല്ലേ. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറി തയ്യാറാക്കാം. കടലേക്കാൾ കൂടുതൽ നമുക്ക് വൻപയർ വെച്ചുള്ള കൂട്ടുകറിക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 50 ഗ്രാമോളം വൻപയർ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്കറിലൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 4 വിസിൽ മതിയാവും വെന്ത് കിട്ടാനായിട്ട്. ആ സമയം നമുക്കതിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ഏത്തക്കായും കുറച്ച് ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേന കുറച്ച് മുമ്പോട്ട് നിൽക്കണം കേട്ടോ. കായേക്കാൾ കൂടുതൽ ചേന എടുക്കണം. അപ്പം ഇവിടെ വൻപയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേനയും കായും ഒക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ചതച്ച കുരുമുളക് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വൻപയറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൻപയർ വേവാനായിട്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്കൊരു 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ അരച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങളും വൻപയറും അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് യോജിപ്പിക്കണം. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും കേട്ടോ കൂട്ടുകറി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു വറവിടാം കേട്ടോ. അപ്പോൾ ഈ പാൻ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒരു 2 പിടി തേങ്ങയും കൊണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വേണ്ടത് വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞൊന്നും പോരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്ത് നമുക്ക് ഈ കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കറിവേപ്പില ഇല്ലായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും കൂടി തേങ്ങ വറുത്ത സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓണത്തിന് നല്ലൊരു കൂട്ടുകറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.